താൻ വിശ്വസിക്കാത്ത മറ്റൊരു ദേവന്റെ മുൻപിൽ പൂജ ചെയ്യുവാൻ വിസമ്മതിച്ചതിൽ ഒരു സൈനികനെ പിരിച്ചുവിട്ട വാർത്ത ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വൈറലാവുകയാണ്. ഈ സംഭവം അറിഞ്ഞ ഉടനെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ബൈബിളിലെ ചില ചിന്തകളാണ് ഇന്ന് ശാലോം സന്ദേശത്തിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശക്തമായ ഒരു സന്ദേശം നിങ്ങൾ മുഴുവൻ കേൾക്കണം. ദാനിയേൽ പ്രവചനത്തിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അക്കാലത്തെ ബാബിലോണിയൻ സാമ്രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജാവ് ഒരു സ്വർണബിംബം ഉണ്ടാക്കിയിട്ട് ആ സ്വർണബിംബത്തെ നമസ്കരിക്കണം, രാജാവിന്റെ ദേവന്മാരെ നമസ്കരിക്കണമെന്ന് സകല രാജ്യങ്ങളിലുമുള്ള സകലർക്കും കൽപ്പന കൊടുത്തു. സകല രാജ്യങ്ങളിലുള്ള സകലർക്കും കൽപ്പന കൊടുത്തെന്ന് പറഞ്ഞാൽ രാജാവിന്റെ കൊട്ടാരത്തിലും അതിനോടടുത്ത സൈനിക വൃത്തി ചെയ്യുന്നവരും ആ ചുറ്റുപാടുള്ള സകലരും, പട്ടണത്തിലുള്ള സകലരും ഇത് ചെയ്യണം. ഞാൻ ഈ പറയുന്ന വാക്യം ദാനിയേൽ പ്രവചനം 3-ാമത്തെ അധ്യായത്തിലെ സംഭവമാണ്. 3-ാമത്തെ അധ്യായത്തിൽ എന്ത് സംഭവിച്ചു? രാജാവിന്റെ സന്നിധിയിൽ രാജാവിന്റെ സംസ്ഥാനത്തെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി വെച്ച കമാൻഡർമാരായി പോലെ വെച്ചിരുന്ന 2-3 മനുഷ്യരുണ്ടായിരുന്നു. യഹൂദന്മാരായിരുന്നു അവരെ സംബന്ധിച്ച് അവർ യഹോവയായ ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനെയും നമസ്കരിക്കില്ല. അതായിരുന്നു അവരുടെ പ്രമാണം. അതുകൊണ്ട് കാര്യാദികൾക്ക് ചുമതലക്കാരായി വെച്ചിരുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന യഹൂദ ചെറുപ്പക്കാർ, അങ്ങനെ രാജാവിന്റെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 3-ാം അധ്യായം 12-14 വാക്യം, ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാർ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. പിന്നീട് രാജാവ് അവരെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം, നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേര് തന്നെയോ? ഹല്ലേലൂയ. ഈ ചോദ്യം നേരിടുകയാണ്. അപ്പോൾ അവർ പറയുന്ന മറുപടി ഉണ്ട്, അതെ ശരിയാണ്, ഈ കാര്യത്തിൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ മാത്രമേ ഞങ്ങൾ നമസ്കരിക്കുകയുള്ളൂ. എന്നാൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക, എരിയുന്ന തീച്ചുളയിലേക്ക് എറിയാൻ പോവുകയാണ്. അവളുടെ മറുപടി 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, രാജാവേ, ഈ കാര്യത്തിൽ നിന്നോട് ഉത്തരം പറയുവാൻ ആവശ്യമില്ല, ഞങ്ങൾക്ക് കൽപ്പന തന്ന ദൈവം തന്നെ നിനക്ക് ഉത്തരം തരും എന്നതിന്റെ അർത്ഥം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. ഇനി അല്ല, ദൈവം ഞങ്ങളെ ഇതിലൂടെ കടത്തിവിടുകയാണെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കില്ല, ഞങ്ങൾ വിശ്വസിക്കാത്ത ഈ ദേവനെ വണങ്ങുകയുമില്ല. ഉടനെ എന്ത് സംഭവിച്ചു? രാജാവ് ക്രുദ്ധിച്ചു, അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവിടെ സംഭവിച്ചത് മറ്റൊരു കാഴ്ചയായിരുന്നു. ആ തീയുടെ നടുവിൽ 4-ാമനായ ഒരുവൻ നടക്കുന്നത് രാജാവ് കാണുകയാണ്. ഒടുവിൽ രാജാവ് തന്നെ അവരെ പുറത്തു കൊണ്ടുവരാൻ കൽപ്പന പുറപ്പെടുവിച്ച് അവർ പുറത്തു വന്നു. കൊണ്ടുവരുവാനായിട്ട് പോയ ആളുകളൊക്കെ നശിച്ചുപോയി, അല്ലെങ്കിൽ എറിയാൻ പോയവരൊക്കെ ചാമ്പലായി പോയ സംഭവമാണ്. ഒടുവിൽ തീയുടെ മണം പോലും വേശാതെ പുറത്തു വന്നപ്പോൾ രാജാവ് അവരെ കുറിച്ച് പറഞ്ഞ ഒരു അടുത്ത വിധിന്യായം കേട്ടോണം. 28 മുതൽ 29 വരെ വാക്ക്. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നല്ലോ. അടുത്തത്, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരുപാട് അഭിപ്രായങ്ങളും കമന്റുകളും ഭാരത ജനത രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം, ഈ വിധിയുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും. അപ്പൊ ഇങ്ങനത്തെ ഒരു വിശ്വാസം യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവരുടെ കയ്യിലുണ്ട്. അത് ഏത് ഭാഗത്താണെങ്കിലും, രാജാവിന്റെ കൽപ്പനയാണെങ്കിലും, അവരുടെ ദൈവത്തിന്റെ വിഷയത്തിൽ വരുമ്പോൾ
അവർ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ രാജാക്കന്മാർ നിർബന്ധിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവര് എന്നാൽ അവരുടെ മതത്തെ വിശ്വസിച്ചോട്ടെ, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നല്ല പറയുന്നത്. അങ്ങനെ വേണ്ട, ഞാൻ ഈ പറയുന്ന ദൈവത്തെ ആരാധിച്ചേ പറ്റൂ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു സംവിധാനം. ഹല്ലേലൂയ. അത് ഭരണത്തിന്റെ ഒരു അധികാരത്തിന്റെ ഒരു ഭാഗമാണ്. അധികാരം കൊണ്ട് അവർ പറയുന്നു, അല്ലാതെ സാഹോദര്യം കൊണ്ടോ ഐക്യത കൊണ്ട് പറയുന്നൊന്നുമല്ല. നിങ്ങൾ നോക്കണം, അടുത്ത സംഭവം അതുപോലെ ഉണ്ടായി. രാജാവ് ദാരിയാവേശ് രാജാവിന്റെ സമയത്ത് ദാനിയേൽ എന്ന് പറയുന്ന വലിയ അധികാരി, നമ്മൾ ചിന്തിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ഉപപ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവൻ രാജാവിനെ നമസ്കരിക്കുന്നില്ല. അന്ന് രാജാവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് കൽപ്പന ഉണ്ടാക്കിയത്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കൽപ്പനകളെല്ലാം അസൂയയിൽ നിന്നുണ്ടാക്കുന്നു. ഏതൊക്കെയോ മതവിശ്വാസങ്ങളെ വലിപ്പപ്പെടുത്താനും മറ്റുള്ളതിനെ ഇകഴ്ത്താനും ഒക്കെ ചില ട്രാപ്പിലാക്കാനുള്ള പണികളാണ്. അപ്പൊ ഇത് ചെയ്തത് ദാനിയേലിനെ കൊല്ലുവാൻ, ദാനിയേലിനെ അസൂയ കൊണ്ടിട്ട് അവനെ കൊന്നു കളയുവാനുള്ള ഒരു ട്രാപ്പ് ഉണ്ടാക്കിയതാണ്. രാജാവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരുടെയും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹത്തിന്റെ ഗുഹയിൽ എറിയണം. ഇതായിരുന്നു കൽപ്പന. പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് പോലെ ആരാധിച്ചോണം, പ്രാർത്ഥിച്ചോണം, അല്ലാത്തവർ പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിച്ചാൽ സിംഹത്തിന് കുഴിയിൽ എറിയും. പക്ഷെ ദാനിയേൽ താൻ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? കൽപ്പന പോലെ നടന്നു. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നാൽ അവിടെ വെച്ച് ചിലർ പറയുന്നുണ്ട്, ഒരു ഭാഗം ആളുകൾ വേണേ പറയും, എന്തോ രാജാവ് ഇങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ തന്നെ അവന് പ്രാർത്ഥിക്കണം, ഈ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നാൽ പോലെ, 1 മാസത്തേക്ക് പ്രാർത്ഥിക്കാതിരുന്നാൽ വല്ല കുഴപ്പമുണ്ടോ, ഈ സമയത്തൊന്ന് നമസ്കരിച്ചാൽ എന്താ കുഴപ്പം, നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് അവരുടെ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ കാണും ഈ കാലത്ത് കൊണ്ടത്. പക്ഷെ ബൈബിളിലെ കാര്യം ഞാൻ പറയുകയാണ്, അവർ സമ്മതിച്ചില്ല. ഉടനെ സംഭവിച്ചത് എന്തെന്നറിയാമോ? ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവിടെ സിംഹത്തിന്റെ വായ ദൈവം അടച്ചു കളഞ്ഞു. എറിഞ്ഞ രാജാവിന് ഉറക്കം വരാതെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. ദാനിയേൽ സുഖമായി സിംഹത്തിന്റെ മടയിൽ ഉറങ്ങി. പ്രഭാതമായപ്പോൾ രാജാവ് ദാരിയാവേശ് വന്ന് നിലവിളിച്ച് വിളിക്കുകയാണ്, ദാനിയേലേ, ജീവനുള്ള ദൈവത്തിന്റെ മകനായ ദാസനായ ദാനിയേലേ. അങ്ങനെ ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്നു. രാജാവിനോട് പറയാം, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ ദാനിയേല് ഒരു കുഴപ്പവും ഇല്ലാതെ, അവനെ സിംഹമൊന്നും തൊട്ടില്ല, ആരോഗ്യത്തോടെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ദാരിയാവേശ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്ന കാര്യം 6-ാം അധ്യായം, ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 26-27 വാക്യത്തിലുണ്ട്. എന്റെ രാജ്യത്വത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവരും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ഭയപ്പെടുക. അവനാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അവനാണ് നമ്മെ മരണത്തിന് അപ്പുറത്തും നമ്മളെ സഹായിക്കുന്നു. പറഞ്ഞാൽ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാനും ദൈവത്തിന് കഴിയുള്ളൂ. ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ടെന്നാണ് യേശു പറഞ്ഞത്. ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട. ദേഹത്തെയും ദേഹിയെയും കൊന്നിട്ട് പ്രാണനെ നരകത്തിൽ തള്ളിയിടുന്നവനെ നിങ്ങൾ ഭയപ്പെടണം. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞു. എന്റെ നാമനിമിത്തം നിങ്ങളെ നാടുവാഴികൾക്കും രാജാക്കന്മാരും മുമ്പിൽ കൊണ്ട് നിർത്തും. നിങ്ങളെല്ലാവരും തള്ളിപ്പറയും. ഇതാണ് ക്രിസ്ത്യാനിത്വം. എല്ലാവരും വെറുപ്പിക്കുന്നതല്ല, മറിച്ച് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ എല്ലാവരും വെറുക്കുന്നതാണ്. ഹല്ലേലൂയ. അതുണ്ടാകും. അത് ലോകം അനുകൂലമല്ലാത്തതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ അവൻ കൈവിടില്ല, അവൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവരോട് കൂടെ സ്തേഫാനോസിനെ കല്ലെറിയുകയാണ്. യഹൂദന്മാരുടെ നടുവിൽ നിന്ന് സ്തേഫാനോസ്, ഒരു ഭക്തനായ മനുഷ്യൻ, യഹൂദ ഭക്തനായ മനുഷ്യൻ, ക്രിസ്ത്യാനിയായി മാറി കഴിഞ്ഞപ്പോൾ അവൻ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് യഹൂദന്മാരോട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദ മതഭക്തിയുള്ള ആളുകൾ അവനെ കല്ലെറിഞ്ഞു കൊന്നു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ?
7-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, അവനെ കല്ലെറിയുമ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആയിരുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ യേശുക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടു. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് തകർക്കാൻ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ലോകം നമുക്ക് ശാശ്വതമല്ല, ലോകം നമ്മളെ കൈവിടിയും. പക്ഷെ കർത്താവ് ഒരിക്കലും കൈവിടില്ല. യേശു പറഞ്ഞു, നിങ്ങൾ പോവുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. കർത്താവിനെ നമസ്കരിക്കുക, അവനെ ആരാധിക്കുക. അവൻ സർവശക്തനായ ദൈവം. അവനെ ആരാധിക്കുന്ന ഒരിക്കലും നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. പത്മോസിന്റെ ദ്വീപിൽ എറിഞ്ഞു കളഞ്ഞാലും, സിംഹങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു കളഞ്ഞാലും, ക്രൂരമായി പീഡിപ്പിച്ചാലും, നൈജീരിയ, സുഡാൻ പോലുള്ള സ്ഥലങ്ങളെല്ലാം അത്തരത്തിലുള്ള കഴുത്തറുത്ത് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ യേശുവിനെ പിരിയുവാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. കർത്താവിന്റെ സ്നേഹം അവരെ നിർബന്ധിക്കുക യേശുവിന് വേണ്ടി ജീവിക്കുവാൻ. അവൻ സ്നേഹിക്കുന്നവൻ, കരുതുന്നവൻ, രക്ഷിക്കുന്നു. അവൻ കൈവിടില്ല. യഹൂദ ബാലന്മാരെ കൈവിടാത്ത, തീയുടെ നടുവിലും വിടുവിച്ച ദൈവം, സിംഹത്തിന്റെ വായിൽ നിന്നും വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും. ഏത് പ്രതികൂലത്തിന്റെ തീജ്വാലയും അകപ്പെട്ടു പോയാലും ദൈവം നിങ്ങളെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചോ, ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പ്രിയ കർത്താവേ, ഈ സന്ദേശങ്ങൾക്ക് നിന്റെ പ്രിയപ്പെട്ട കൂടെ പ്രാർത്ഥിക്കുന്നു. അവസാന ശ്വാസം വരെയും ജീവൻ നൽകി യേശുവിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ജ്വാലയ്ക്ക് സമാനമായ പ്രതിസന്ധികളെ പോകുന്ന എന്റെ സഹോദരങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുമ്പോൾ, കർത്താവെ, അങ്ങേ മാത്രം, അങ്ങയുടെ സന്നിധിയിൽ കാത്തിരുന്ന് അങ്ങേ മാത്രം നമസ്കരിച്ച് അങ്ങേ ആരാധിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണം. അവിടുന്ന് അത്ഭുതകരമായ യഹൂദബാലന്മാരെ വിടുവിച്ച ദൈവം, സിംഹത്തിന്റെ വായിൽ ദാനിയേലിനെ പുറപ്പെടുവിച്ച ദൈവം ഈ മക്കളെ വിടുവിക്കണം. ഒരു അത്ഭുത വിടുതൽ ഈ മക്കളുടെ വിഷയങ്ങളിൽ ഉണ്ടാകട്ടെ. നിന്റെ നാമനിമിത്തം അവർ വേദന അനുഭവിക്കും. നിന്റെ നാമനിമിത്തം അപമാനം സഹിക്കുമ്പോൾ, ഉപദ്രവം സഹിക്കുമ്പോൾ, കർത്താവേ, നിന്റെ മക്കൾക്ക് പ്രതിഫലം നൽകുന്ന ദൈവമാകയാൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശങ്ങൾക്ക് ഏവരും നിന്റെ സ്നേഹം അറിയട്ടെ. നീ ദൈവമാണ്, നീ സത്യദൈവമാണെന്ന് തിരിച്ചറിയട്ടെ. നിന്റെ രക്ഷയിലേക്ക് വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.